നല്ലൊരു ഫീൽ ഗുഡ് കോമഡി എൻ്റർടൈനറാണ് പ്രേമലു. ഒരു ടീനേജറുടെ പ്രണയം അതിന് നല്ലൊരു സ്മൂത്ത് ഫ്ലോയിലൂടെ സിനിമ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരു നല്ലൊരു വൈബ് ഉണ്ട് സിനിമ കാണുമ്പോൾ. സ്റ്റാർട്ട് ടു എൻഡ് നല്ലൊരു പക്ക എൻ്റർടൈനറായിട്ട് നമുക്ക് തോന്നും. എവിടെ നമുക്ക് ലാഗോ ബോറടിയോ ഒന്നും തോന്നില്ല. ഒരു ഫ്ലോ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ നല്ല രസത്തിൽ കണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ വരുന്ന ഒരുപാട് കോമഡി എലമെൻറ്റ്സ് ഉണ്ട്. ഒരു ഫുൾ ആൻഡ് ഫുൾ കോമഡി സിനിമ അല്ലത്. ഇതിൽ അവിടെ ഒക്കെ ആയിട്ട് വരുന്ന കുറേ സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് ചളിയായിട്ടൊക്കെ തോന്നും, ചിലതൊക്കെ വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷേ മെജോറിറ്റി ഓഫ് പോർഷൻ ഒരു 80% ഓഫ് ദി കോമഡീസ് വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഇനീഷ്യലി ഒരു ആദ്യത്തെ 10-20 മിനിറ്റ് സിനിമ ആ ട്രാക്കിലേക്ക് എത്താൻ വേണ്ടി നോക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ ആ ഒരു എലമെൻറ്റ്സ് തുടങ്ങി ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സിനിമ അങ്ങോട്ട് ക്ലച്ച് പിടിച്ച് തുടങ്ങും. ദെൻ ഇതിൻ്റെ ആ ഒരു എൻ പോർഷൻ വരെയും ആ ഒരു ട്രാക്ക് വെക്കുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു കോമഡിക്കുള്ള സ്പേസിങ്ങിന് ഇങ്ങനെ വെച്ചുള്ളത് കൊണ്ട് തന്നെ സിനിമ കണ്ടിറങ്ങി വരുമ്പോൾ നമ്മൾ ചിരിച്ചിട്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങി വരിക. ആ ഒരു സാറ്റിസ്ഫൈങ് ഫീൽ നൽകുന്ന നല്ലൊരു കോമഡി എൻ്റർടൈനർ തന്നെയാണ് പ്രേമലു എന്ന് പറയാം. ഐ തിങ്ക് ഈ സിനിമ ഒരു 90% ഓഫ് ആൾക്കാരും ഇങ്ങനെ മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ രസിച്ച് ചിരിക്കുന്നതിന് കാരണം നമുക്ക് കിട്ടുന്നില്ല നല്ല കോമഡി സിനിമകൾ എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു വെള്ളത്തുള്ളി കിട്ടുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ വരുന്നത്. സോ കഴിഞ്ഞ വർഷമൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ രോമാഞ്ചത്തിലൊക്കെ കിട്ടിയ പോലത്തെ ഒരു ഫീല് ഐ തിങ്ക് ഈ വർഷത്തിൽ പിന്നെ അങ്ങോട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. വേറെ അത്രയും ഡ്രൈ ആയിട്ടാണ് സിനിമകൾ നമുക്ക് മലയാളത്തിൽ നിന്നല്ല, ഇപ്പോൾ തമിഴിലും തെലുങ്കിലൊക്കെ തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള നല്ല കോമഡി സിനിമകൾ കിട്ടുന്നില്ല. സോ അങ്ങനെയുള്ള സമയത്ത് ഇത്തരത്തിലുള്ള സിനിമകൾ വരുമ്പോൾ പ്രേക്ഷകർ ഇടിച്ച് കയറുന്നുണ്ടെങ്കിൽ അവർ കുറച്ച് നേരമെങ്കിലും ചിരിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതിനെ ഒരു 80-90% സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു മൂവി തന്നെയാണ് പ്രേമലു. ഒരു റൊമാൻറ്റിക് ട്രാക്കിൽ പോയിരുന്നെങ്കിൽ ഈ സിനിമ കുറച്ചൊന്ന് വലിപ്പിച്ചാണ്. പക്ഷേ ഇതിനെ അത്തരത്തിലുള്ള പോർഷൻസ് പോലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പേസുകളിൽ പോലും കോമഡി എലമെൻറ്റ്സ് വെച്ചുകൊണ്ട് സിനിമ നല്ല സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. കോമഡി എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ട് ചെയ്ത് വെച്ച സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് വർക്കൗട്ട് ആവുന്നതും ഇപ്പോഴത്തെ ന്യൂജൻ ഓഡിയൻസിന് മാത്രമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഏജ്ഡ് ആയവരൊക്കെ ഈ സിനിമ കണ്ട അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കോമഡി എലമെൻറ്റ്സ് കൂടുതൽ വർക്കൗട്ട് ആവുന്നത് കൂടുതലായിട്ടും ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ, ഫുൾ ടൈം ഫോണിൽ റീൽസും കണ്ട് യൂട്യൂബിൽ നോക്കിയിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതലായിട്ട് ഇത് കണക്ട് ചെയ്യുക. കാരണം പറയുന്ന മൈന്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഫിറോസ് ഖാൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞൊരു ഡയലോഗ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്ഥിരം റീൽസിലും കേൾക്കാറുള്ള കുറേ കാര്യങ്ങളും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് സിനിമ വെച്ചിട്ടുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യണമെങ്കിൽ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ ഫുൾ ആൻഡ് ഫുൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്കായിരിക്കും പെട്ടെന്ന് അത് കണക്ട് ചെയ്യുക. അവരെ തന്നെയാണ് ഈ സിനിമ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കൂടുതലായിട്ട് സിനിമയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഈ വന്നു പോകുന്ന ചില കോമഡീസിലൊക്കെ ചിലത് വർക്കൗട്ടായി ചിലത് വർക്കൗട്ടായില്ല. ഒക്കെ മോഡിൽ ഇങ്ങനെ സാച്ചുറേറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്തായിരുന്നു ഈ ആദിത്യയൻ കണ്ണേ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊന്നിയൻ സെൽവനിലെ ആ ഒരു ഡയലോഗ് സിനിമയിൽ വെറുതെ ഒരു 0.1 സെക്കൻഡിൽ വന്നു പോകുന്നത്. അങ്ങനെ ആ രീതിക്ക് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കേട്ട ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ വർക്കൗട്ട് ആവുന്ന കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് സിനിമയിൽ കുറേ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ഓൺ ഫുൾ എൻ്റർടൈനർ അല്ലെങ്കിൽ ഒരു കോമഡി ഫീൽഡ് മൂവി എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യാതെ ഒരു നല്ല ഫീൽ ഗുഡ് മൂവി, അതിൽ കുറേ കോമഡി എലമെൻറ്റ്സ് ഉണ്ട് എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഐ തിങ്ക് ഇപ്പോൾ രോമാഞ്ചത്തിനൊക്കെ പറ്റിയ പോലെ തന്നെ ഈ സിനിമയ്ക്ക് OTT വരുമ്പോൾ ഇതേപോലെ ആയിരിക്കുകയില്ല. ഈ കേൾക്കുന്നത് പല നിങ്ങൾക്ക് ചളിയായിട്ട് തോന്നും, ഈ കേൾക്കുന്നത് കുറേ ഒന്നും വർക്കൗട്ട് ആവില്ല. അതുകൊണ്ട് ഒരു പക്ഷേ തിയേറ്ററിൽ ആ ക്രൗഡിൻ്റെ ഒപ്പം എല്ലാവരും ചിരിക്കും നമ്മളും ചിരിക്കും എന്നുള്ളൊരു മോഡിൽ കണ്ടിരിക്കും മാത്രമായിരിക്കും ഒരു പക്ഷേ ഈ സിനിമ കൂടുതലായിട്ട് വർക്കൗട്ട് ആവുക. അതുകൊണ്ട് തന്നെ മാക്സിമം ഈ സിനിമ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു ക്രൗഡ് ഫീൽഡ് ആയിട്ടുള്ളൊരു തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഫീൽ ആയിരിക്കില്ല ഒരിക്കലും OTT കിട്ടുക. അപ്പോൾ ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ ഡോണ്ട് വെയിറ്റ് ഫോർ OTT, ഡയറക്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണുന്നതെന്ന് എനിക്ക് പറയാനുള്ളത്. ഇവരുടെ പെർഫോമൻസും ബാക്കി മേക്കിംഗ് ഒക്കെ തന്നെ കിട്ടില്ല. ഓവറോൾ സിനിമ നന്നായിട്ടെന്ന് പറയുമ്പോൾ തന്നെ മൊത്തത്തിലുള്ള എലമെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒരു വളരെ നാച്ചുറലായിട്ട് ഇവർ പെർഫോം ചെയ്യുന്നത് ഇവരുടെ മുൻ സിനിമകൾ നമ്മൾ ഇവർ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കണക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെയായിരിക്കും ഈ സിനിമ നമുക്ക് ഇത്ര ഇഷ്ടപ്പെടുന്നതും. സോ അമിത പ്രതീക്ഷകളൊന്നും വെക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ സിനിമ ഒരു മറ്റേ സംഭവമാണെന്ന് പറഞ്ഞ് തലയേക്കറ്റി വെക്കാതെ ഒരു നല്ല ഫീൽ ഗുഡ് എൻ്റർടൈനർ, അതിൽ കുറച്ച് കോമഡി എലമെൻറ്റ്സ് ഉണ്ട് എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു ഫീൽ തന്നെയായിരിക്കും പ്രേമലു ഒന്ന് സിനിമ സമ്മാനിക്കുക. സോ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.